ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാൽ ലിസ്റ്റ് നോക്കുമ്പോൾ ജയറാമും വീരമണിയും ഒത്തിരി ആളുകളുടെ പേരുണ്ട്. വീരമണിയുടെ പേരില്ലെങ്കിൽ പോലും വീരമണി ജയറാമിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഗായകൻ വീരമണി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എന്താണ് അവിടെ വന്നത്, ആ കാര്യങ്ങളെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. ഇത് ജയറാമിനുണ്ടാവുന്ന മറ്റൊരു വലിയൊരു പ്രശ്നം വരാൻ പോകുന്നത്, അദ്ദേഹം ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്. ശരിക്കും ജന്മം കൊണ്ട് ബ്രാഹ്മണനില്ല. ഇന്ത്യൻ സിദ്ധാന്തം അനുസരിച്ച് അല്ലെങ്കിൽ സനാതന ധർമ്മമൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ ഭാരത സങ്കല്പം അനുസരിച്ച് കർമ്മം കൊണ്ട് മാത്രമേ ബ്രാഹ്മണനുള്ളൂ. എല്ലാവരും ജനിക്കുന്ന ശൂദ്രനാണ്. പിന്നെ കർമ്മമുണ്ട്, ജോലി ചെയ്ത് അവരുടെ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് ബ്രാഹ്മണൻ. പോട്ടെ, അത് വേറെ വിഷയമാണ്, നമ്മളിപ്പോൾ ചർച്ച ചെയ്താൽ നിൽക്കുന്ന വിഷയമല്ല, ഒരു വിവാദ വിഷയം കൂടെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇതെന്തായാലും ജന്മം കൊണ്ട് ബ്രാഹ്മണനാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പൂജാതി കർമ്മങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നല്ല ബോധ്യം കാണുമല്ലോ. അങ്ങനെയുള്ള ഒരാളാണോ ശബരിമലയിലെ കട്ടളപ്പടിയും ദ്വാരപാല വിഗ്രഹവും അഷ്ടപാല വിഗ്രഹവും ഒക്കെ എവിടെ കൊണ്ടുപോയാലും അത് എവിടെ കൊണ്ടുപോകുന്നു എന്ന് തന്നെ ചോദിക്കണം. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അഥവാ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജ നടത്തണം എന്ന് പറയുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ അത് നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നിരന്തരം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ടുണ്ടെന്നുള്ള അതിൻ്റെ കാൽ ലിസ്റ്റ് കിട്ടിയതുകൊണ്ട് വീണ്ടും ചോദ്യം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ജയറാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പി എസ് പ്രശാന്തിനെ 3-ാം തവണയും ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പോഴും തൃപ്തിയായിട്ടില്ല. ഇനിയും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യുമെന്ന് CPM പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ, അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യുന്നു, ആന്റണി അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് കടകംപള്ളി സുരേന്ദ്രനും അതുപോലെയുള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിലാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ഇന്നലെ വീണ്ടും വാളെടുത്തു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വാളെടുക്കും. അദ്ദേഹം വാളെടുത്തതുകൊണ്ടാണ് KP ശങ്കരദാസ് ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ തിരുവനന്തപുരം SP ഫോർട്ട് ആശുപത്രിയിൽ തന്നെ കിടക്കുമായിരുന്നു, ഈഞ്ചക്കലിലുള്ള. അവിടെ പ്രത്യേക മുറിയിൽ അദ്ദേഹത്തിനൊരു VIP മുറിയൊക്കെ പിന്നെ IC യൂണിറ്റ് പോലെ സെറ്റ് ചെയ്ത് അവിടെ കിടക്കുകയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നേരെ മെഡിക്കൽ ബോർഡ്, ഇതെന്ത് അസംബന്ധമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ഹൈക്കോടതി ജഡ്ജസ് ചോദിക്കുകയും മെഡിക്കൽ ബോർഡിനെ വെച്ച് പരിശോധന നടത്തുകയും അവിടെ നിന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ മാറ്റുകയും മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ ജയിലിൽ കൊണ്ടുപോയി മെഡിക്കൽ സെല്ലിൽ കിടത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പൂജപ്പുര ജയിലിലെ മെഡിക്കൽ സെല്ലിലാണ് KP ശങ്കരദാസ് ഉള്ളത്. അത് ബദറുദ്ദീൻ്റെ ശക്തമായ ഒരു വിമർശനത്തിൻ്റെ ഭാഗമായിട്ട്, ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതേ ബദറുദ്ദീൻ ജസ്റ്റിസ് ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്താ നിങ്ങളുടെ പരിപാടി? ആരാ നിങ്ങളുടെ നേതാവ്? നിങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് കിടക്കുകയാണോ SIT? അത് പറയണം. കാരണം ഇപ്പോൾ മുരാരി ബാബു സ്വാഭാവിക ജാമ്യം നേടിയിരിക്കുകയാണ്. അടുത്ത സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് കഴിഞ്ഞാൽ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പത്മകുമാറും വാസുവും വിജയകുമാറും എല്ലാവരും ഇങ്ങനെ നിരനിരയായി ക്യൂവിൽ വരും, ഇറങ്ങാനായിട്ടുള്ള ക്യൂവിൽ വരും. 90 ദിവസം തികയുന്നതനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തരെ ഇറക്കി വിട്ടാൽ എന്തിനാണ് ഈ പരിപാടി? എന്തിനാണ് ഈ SIT? എവിടെയാണ് ഈ തൊണ്ടി മുതലുള്ളത്? എവിടെയാണ് നിങ്ങൾ ആളുകളെ കണക്ട് ചെയ്യാത്ത? എന്താണ് ഞങ്ങൾ പറയുമ്പോൾ മാത്രം, കോടതി പറയുമ്പോൾ മാത്രം, ബഹളമുണ്ടാക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഞങ്ങളെന്ന് കർക്കശപ്പെടുമ്പോൾ മാത്രം നിങ്ങൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്യും? എന്താണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്? തീർച്ചയായും തടസ്സപ്പെടുത്തുമല്ലോ. ഞാൻ ആരെയും കുറച്ചാക്കാൻ പറ്റില്ല. തട്ടുകടക്കാരൻ കല്യാണ സദ്യ എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. തട്ടുകടക്കാരൻ കല്യാണ സദ്യ എടുത്താൽ നടത്താൻ പറ്റും, പക്ഷേ സദ്യ നടത്തി പരിചയമുള്ള പിന്നെ നല്ല കമ്പനികളെയും ആളുകളെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് തട്ടുകടക്കാരൻ കല്യാണ സദ്യ നടത്താൻ പോകണം. അല്ല തട്ടുകടക്കാരൻ കല്യാണ സദ്യ നടത്താൻ പോയാൽ ദോശ വരുന്നവർക്ക് ചുട്ടുകൊടുത്ത് ഓംലെറ്റ് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കല്യാണ സദ്യ എടുത്താൽ പപ്പടമായി പോകും കല്യാണ സദ്യ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ സംവിധാനത്തിൽ ഒരു SPO അല്ലെങ്കിൽ DYSPO 1-2 പേരും 2-3 CIമാരും ഒരു IPSകാരനും ഒരു 4-5 പേരടങ്ങുന്ന ഒരു 10 പേരടങ്ങുന്ന ഒരു സംഘം, 10 പേർക്ക് താഴെയുള്ളൊരു സംഘം, ഇത്രയും ഹിമാലയം പോലെ കിടക്കുന്ന, ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന, 7-8 രാജ്യങ്ങൾ വ്യാപിച്ച് കിടക്കുന്ന, 5 സംസ്ഥാനങ്ങൾ വ്യാപിച്ച് കിടക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ദേവസ്വം ബോർഡും മുൻ ദേവസ്വം ബോർഡുകളും സെലിബ്രിറ്റികളും തന്ത്രിമാരും മന്ത്രിമാരും പൂജാരിമാരും അങ്ങനെ 25 വർഷത്തെ 1999 നോക്കിയാൽ 2027 ആകുമ്പോൾ 10, 30, 28, 29, 30 വർഷത്തെ വലിയ ഒരു കൊള്ളയെ, പകൽ കൊള്ളയെ അഡ്രസ്സ് ചെയ്യാൻ, അത് കണ്ടുപിടിക്കാൻ ചെറിയൊരു തട്ടുകട സംവിധാനത്തിലുള്ള ആളുകളെ ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണമായിരുന്നു? ശരി, കോടതി പറഞ്ഞതുകൊണ്ട് ഏറ്റാൽ ഉടൻ തന്നെ അവർ ഒരു പ്രാഥമിക റിപ്പോർട്ട്, ഒരു പ്രൈമറി റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ കൊടുക്കണമായിരുന്നു. ഇങ്ങനെയാണ് സംഭവം, നമ്മളെ കയ്യിൽ മാത്രം നിൽക്കില്ല. അതുകൊണ്ട് വിപുലമായ ഒരു അന്വേഷണ സംഘത്തെ ആവശ്യമുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കണം. ED 110 പേരെയാണ് ഒരേ സമയം ഇറക്കി
റെയ്ഡ് നടത്തിയത് വീടുകളിൽ. അതുപോലെ നിങ്ങൾക്ക് അത്രയും പേരെ കിട്ടിയില്ലെങ്കിലും കുറേ സംവിധാനം നിങ്ങൾ ചോദിക്കണമായിരുന്നു. സംവിധാനം ചോദിച്ചില്ല. അത് മാത്രമല്ല പാരലായി ആളുകളെ ചോദ്യം ചെയ്യുകയും പാരലായി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തില്ല. നിങ്ങൾ ഒന്ന് ചെയ്യും, കുറച്ച് ദിവസം വീണ്ടും കപ്പലിൻ്റെ കച്ചവടം നടത്തുമ്പോൾ തണുത്തിരിക്കും, പിന്നെ വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങും, വീണ്ടും ഇങ്ങനെ വളരെ തണുത്താണ് SIT പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ദുരന്തം കൂടി ഈ പരിപാടിക്കുണ്ട്. ഈ ശബരിമല കേസിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അടുത്ത അറസ്റ്റിൽ പ്രധാനപ്പെട്ട 2 പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. 3 പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. 1 പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, 2 കടകംപള്ളി സുരേന്ദ്രൻ, 3 ജയറാമിനെ കൃത്യമായി അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അതിൻ്റെ ഉണ്ടാവുമോ എന്ന് മാത്രമാണ് ഇനിയും അറിയേണ്ടത്. ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ എന്തായാലും ചോദ്യം ചെയ്യും വീണ്ടും. ഇതിനിടയിൽ ജയറാം പറയുന്നതിൽ ഒരുപാട് പൊരുത്തക്കേടുണ്ട്. ജയറാം ഒരു കാര്യം മനസ്സിലാക്കണം. ജയറാമല്ലേ എല്ലാവരും, കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആൻ്റണി തന്നെ രാജു അബ്രഹാമും അത് തന്നെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലാകട്ടെ ഒരു ചാനലിന് ബൈറ്റ് കൊടുക്കുമ്പോഴാകട്ടെ ഒരിക്കൽ പറഞ്ഞാൽ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം, ഡേറ്റും തീയതിയും കാര്യങ്ങളും എല്ലാം. കാരണം പിന്നെ നിങ്ങൾ പറയുന്നതും കൂടി കൗണ്ടറായിട്ടാണ് പലപ്പോഴും പോകുന്നത്. രാജു എന്തെല്ലാം കൗണ്ടർ അടിച്ചു, ഒരുപാട് കൗണ്ടർ അടിച്ചു. ഒരു തെറ്റിനെ കമർത്താൻ വേണ്ടി 100 തെറ്റ് പറയേണ്ടി വന്നു. കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം കൊച്ചായി, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അതുവഴി പോയപ്പോൾ അവിടെ ഇറങ്ങിയതായി, പിന്നെ കൊച്ചിന് സമ്മാനം കൊടുത്തതായി, പിന്നെ അത് അച്ഛനായി, പിന്നെ അത് അവസാനം ബദാം കൊടുത്തതായി, പിന്നെ അത് പൊതിയായി, അവിടെ ഇരുന്ന ഫ്രൂട്ട്സ് എടുത്ത് കൊടുത്തതായി, വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതായി, പിന്നെ രാജു അബ്രഹാം ശബരിമലയെ വെച്ച് കണ്ടതെന്ന് പറഞ്ഞു. കട്ടിൽ ശബരിമലയിൽ എങ്ങനെ വന്നെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഉരുണ്ടു. പിന്നെ ശബരിമലയെ വന്നുകൂടാത്ത അല്ലെങ്കിൽ പൊയ്ക്കൂടാത്ത പ്രായത്തിലുള്ള സ്ത്രീകളടക്കം, ഉണ്ണികൃഷ്ണൻ പോയിട്ടുള്ള സ്ത്രീകളടക്കം ഈ ഫോട്ടോയിൽ വന്നപ്പോൾ പിന്നെ കിടന്ന് ഉരുണ്ടു, വല്ലാതെ ഉരുണ്ട് ചെളി പുരണ്ട് അവസാനം അപഹാസ്യതരായി സമൂഹത്തിൽ നിൽക്കുകയാണ്. അതുപോലെ ജയറാമും 2 ദിവസം ചാനലിന് കൊടുത്തത് 2 കാര്യങ്ങളാണ്. അവ പരസ്പര വിരുദ്ധമാണ്. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ താങ്കളെ അറസ്റ്റ് ചെയ്യാം, താങ്കളെ ചോദ്യം ചെയ്യാം വീണ്ടും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി ഈ കാര്യങ്ങളിൽ കക്കാൻ പഠിച്ചാൽ പോരാ, നിൽക്കാൻ പഠിക്കണം. അത് വളരെ കൃത്യമായി ഇത് അന്വേഷണം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ജയറാം അറസ്റ്റിലാകാനുള്ള എല്ലാ സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്. ഈ ക്യൂവിൽ അടുത്ത ഉന്നതർ ആരാണ്?